നമ്മളപ്പം മൂന്നാമത്തെ മൊഡ്യൂളിലേക്ക് കിടക്കുകയാണ്. ആസ് യു നോ, തേർഡ് മൊഡ്യൂൾ തിയറി ഓഫ് ആംഗുലാർ മൊമെൻറ്റം. നമ്മൾ പ്രീവിയസ് ക്ലാസിക്കൽ മെക്കാനിക്സിൽ ആംഗുലാർ മൊമെൻറ്റത്തെക്കുറിച്ച് ഒരുപാട് ഡീൽ ചെയ്തിട്ടുണ്ട്. എപ്പോഴും ക്വാണ്ടം മെക്കാനിക്സിൻ്റെ പോസ്റ്റുലേറ്റ്സ് പറയുന്ന പോലെ ക്ലാസിക്കൽ ക്വാണ്ടം മെക്കാനിക്സിലേക്ക് ഓൾറെഡി നമ്മൾ റെൻഡ്ലസ് തിയറം ഡിസ്കസ് ചെയ്തു. ക്ലാസിക്കൽ ക്വാണ്ടം മെക്കാനിക്കൽ തമ്മിലുള്ള എപ്പോഴും ഒരു ലിങ്ക് ഉണ്ട്. മീൻസ് എല്ലാം എപ്പോഴും എന്താണ് റിലേറ്റ് ചെയ്താണ്. അപ്പം നമുക്ക് ക്ലാസിക്കലി പഠിച്ച കാര്യങ്ങൾ ക്വാണ്ടം മെക്കാനിക്സിലേക്ക് കൺവേർട്ട് ചെയ്യാം. അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഒരു എക്സ്ട്രീം ലിമിറ്റിൽ വെൻ h cut tends to 0, അതാണ് ക്ലാസിക്കൽ ലിമിറ്റ്. ക്ലാസിക്കൽ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ക്വാണ്ടം മെക്കാനിക്സിലെ ഏതൊരു ഇക്വേഷൻസും ഏതൊരു തിയറും അത് ക്ലാസിക്കൽ മെക്കാനിക്സിൽ തന്നെ ഡെഡ്യൂസ് ചെയ്ത് പോകും, ക്ലാസിക്കൽ മെക്കാനിക്സിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പം നമ്മൾ നമ്മുടെ പുതിയ മൊഡ്യൂളായ തിയറി ഓഫ് ആംഗുലാർ മൊമെൻറ്റമാണ് പഠിക്കുന്നത്. നമ്മൾ ആംഗുലാർ മൊമെൻറ്റത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പ്രീവിയസ് ക്ലാസിക്കൽ മെക്കാനിക്സിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതിൽ മെയിനായിട്ടുള്ളത് ആംഗുലാർ മൊമെൻറ്റം ഈസ് ദ അല്ലെങ്കിൽ റൊട്ടേഷനും ആംഗുലാർ മൊമെൻറ്റം തമ്മിലുള്ള റിലേഷനാണ്. വി ഹാവ് റൊട്ടേഷൻ ഈസ് ദ ജനറേറ്റർ ഓഫ് ആംഗുലാർ മൊമെൻറ്റം. അപ്പം ആംഗുലാർ മൊമെൻറ്റം ജനറേറ്റ് ചെയ്യുന്നത് റൊട്ടേഷനാണ്. അപ്പം ഇവിടെ ആംഗുലാർ മൊമെൻറ്റം ഇൻ ക്വാണ്ടം മെക്കാനിക്സ് അതിൻ്റെ ജനറേറ്റർ ഒരു റൊട്ടേഷണൽ ഓപ്പറേറ്റർ ആയിരിക്കും. ഓപ്പറേറ്ററെ കുറിച്ച് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ നമ്മുടെ കറസ്പോണ്ടിങ് ഓപ്പറേറ്റർ റൊട്ടേഷണൽ ഓപ്പറേറ്ററാണ്. നമുക്ക് ഫസ്റ്റ് റൊട്ടേഷനും അതിൻ്റെ കുറച്ച് റിലേഷൻസും കമ്മ്യൂട്ടേഷൻ നമ്മൾ ഓൾറെഡി ക്ലാസിക്കൽ ഡിസ്കസ് ചെയ്ത കുറേ കാര്യങ്ങൾ തന്നെയാണ്. അതൊന്ന് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാം. സോ first topic, rotations and angular momentum commutation relations. Rotations and angular momentum commutation relation. We have rotation and angular momentum are related, and we know the rotation operator is the generator of angular momentum. So there are so many commutation relation. Before to entering to the topic commutation relation, we have to understand what is finite and infinitesimal rotation. We have to find the relation between or the difference between finite versus infinitesimal rotations. ഫസ്റ്റ് നമ്മൾ ഫൈനൈറ്റ് ഇൻഫിനിറ്റസിമൽ റൊട്ടേഷൻസ് പഠിക്കും. ദെൻ അതിൽ നിന്ന് നമ്മൾ കമ്മ്യൂട്ടേഷൻ ആംഗുലർ മൊമെൻറ്റം തമ്മിൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരുപാട് കമ്മ്യൂട്ടേഷൻ റിലേഷൻസ് ഉണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് ഈ ഫർദർ സെക്ഷൻ മുന്നോട്ട് പോകണമെങ്കിൽ ഈ കമ്മ്യൂട്ടേഷൻ റിലേഷൻ മസ്റ്റായിട്ടും തറോ ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ യുവർ നോട്ട്സ് കൂടെ തന്നെ പോവുക, നോട്ട്സ് എഴുതിയെടുക്കുക. ദെൻ ഫസ്റ്റ് പോയിൻറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫൈനൈറ്റ് വേഴ്സസ് ഇൻഫിനിറ്റസിമൽ റൊട്ടേഷൻ. അപ്പം എന്താണ് ഫൈനൈറ്റ് റൊട്ടേഷൻ, എന്താണ് ഇൻഫൈനൈറ്റ് റൊട്ടേഷൻസ് എന്ന് മനസ്സിലാവണം. ഫൈനൈറ്റ് വേഴ്സസ് ഇൻഫിനിറ്റസിമൽ റൊട്ടേഷനിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്നതിന് മുന്നേ റൊട്ടേഷൻസ് കമ്മ്യൂട്ട് ചെയ്യുമോ ഇല്ലേ നോക്കാം. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഡിഫറെൻ്റ് ആക്സിസിലുള്ള റൊട്ടേഷൻസ് കമ്മ്യൂട്ട് ചെയ്യില്ല. ആൻഡ് സെയിം ആക്സിസിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് വിൽ ബി കമ്മ്യൂട്ടേഷൻ. That is, the rotation about the same axis will commute, but rotation about the different axis will not commute. നമ്മൾ അതിനൊരു എക്സാമ്പിളായിട്ട് കൺസിഡർ ചെയ്യുകയാണ്. ഞാനിവിടെ 2 ആക്സിസ് പഠിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞെന്താണ്, റൊട്ടേഷൻ എബൌട്ട് ദ സെയിം ആക്സിസ് വിൽ കമ്മ്യൂട്ട്. അപ്പം നമ്മൾ ഈ സെഡ് ആക്സിസിന് എബൌട്ടായിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ ആദ്യം നമ്മൾ അല്ലെങ്കിൽ y ആക്സിസ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, എബൌട്ട് സെയിം ആക്സിസ് ആണ്. നമ്മൾ ഈ y ആക്സിസ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന 2 ആംഗിൾ ഫിക്സ് ചെയ്തു. ഫസ്റ്റ് 30 ഡിഗ്രി, ദെൻ ഒരു 60 ഡിഗ്രി ഇതാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് 30 ഡിഗ്രിയിൽ y ആക്സിസ് റൊട്ടേറ്റ് ചെയ്തു. 30 ഡിഗ്രിയിൽ y ആക്സിസ് റൊട്ടേറ്റ് ചെയ്താൽ എബൌട്ട് 30 ഡിഗ്രിയിൽ നമ്മുടെ ന്യൂ y ആക്സിസ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് y ഡാഷ് ഈ ഒരു പോയിന്റ് ഉണ്ടാവും. എങ്കിൽ നമ്മൾ നെക്സ്റ്റ് 16 ഡിഗ്രിയിലേക്ക് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ 60 ഡിഗ്രിയിലേക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പം ഈ y ഡാഷ് എവിടെ എത്തും? എബൌട്ട് ഈ ആംഗിൾ
60 ഡിഗ്രി ആയിരിക്കും, കാരണം ടോട്ടൽ 90 ഡിഗ്രി ആയതുകൊണ്ട്. അപ്പം ഈ വൈ ഡാഷ് എന്ത് ചെയ്യും, സെറ്റ് എടുക്കും. ഇനി ഇത് എബൌട്ട് സെയിം ആക്സിസ്, വൈ എന്ന് പറയുന്ന സെയിം ആക്സിസിന് എബൌട്ടായിട്ടാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്തത്. ഇനി ഇത് കമ്മ്യൂട്ട് ചെയ്യുന്ന കാണിക്കുമ്പോൾ നമ്മൾ റിവേഴ്സ് പ്രോസസ്സ് ആദ്യം ചെയ്ത് വെക്കും. നമ്മൾ ആദ്യം ഇവിടെ ഫസ്റ്റ് 30 ഡിഗ്രി ചെയ്തു, ദെൻ എന്നിട്ട് സെക്കൻഡാണ് നമ്മൾ 60 ഡിഗ്രി ചെയ്തത്. ദെൻ റിവേഴ്സ് പ്രോസസ്സിൽ നമ്മൾ ഫസ്റ്റ് 60 ഡിഗ്രി ചെയ്യും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഏകദേശം 60 ഡിഗ്രി ചെയ്യുമ്പോൾ ഏകദേശം നമ്മുടെ വൈ ഡാഷ് ആക്സിസ് ഇവിടെ ഉണ്ടാവും, ഈ ഒരു പോയിൻ്റ് ഉണ്ടാവും, ഒരു അപ്രോക്സിമേറ്റ് മാർക്കാണ്. ദെൻ 60 ഡിഗ്രി, ദെൻ നമ്മൾ 30 ഡിഗ്രിയിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും തമ്മിൽ വലിയ ചേഞ്ച് ഒന്നുമില്ല. ദാറ്റ് ഈസ് എബൌട്ട് സെയിം ആക്സിസിലുള്ളതാണെങ്കിൽ അതെന്ത് ചെയ്യും, കമ്മ്യൂട്ട് ചെയ്യും. ഫസ്റ്റ് 30 റൊട്ടേറ്റ് ചെയ്ത് ദെൻ 60 റൊട്ടേറ്റ് ചെയ്താലും ഫസ്റ്റ് 60 റൊട്ടേറ്റ് ചെയ്ത് 30 റൊട്ടേറ്റ് ചെയ്താലും നമുക്ക് എന്താണ് സെയിം റിസൾട്ട്. അത് വൈ എവിടെ എത്തും, സെറ്റ് ആക്സിസിലെത്തും. ഈ വൈ ഡാഷിൽ നിന്ന് വൈ ഡബിൾ ഡാഷ് എന്ന് പറയുന്ന ന്യൂ സെറ്റ് ആക്സിസിൽ എത്തും. ഓക്കെ 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 ഇനി നമ്മൾ ഡിഫറെൻറ്റ് ആക്സിസിന് എബൌട്ടായിട്ടുള്ള റൊട്ടേഷൻസ് കൺസിഡർ ചെയ്യാം. അപ്പം ഡിഫറെൻറ്റ് ആക്സിസ് എബൌട്ടായിട്ടുള്ള റൊട്ടേഷൻ എന്ന് പറയുന്നത്, ഞാൻ ഫസ്റ്റ് രണ്ട് ആക്സിസാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. എബൌട്ട് സെഡ് ആക്സിസിന് എബൌട്ടായിട്ടും എക്സ് ആക്സിസിന് എബൌട്ടായിട്ടും. അതിൽ ഞാൻ രണ്ട് ആക്സിസിന് എബൌട്ടുള്ള റൊട്ടേഷൻ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആർ സെറ്റ് ഓഫ് π/2. R z of π/2 be represented as 90 degree rotation about z axis. R z of π/2 is the 90 degree rotation about z axis and R x of π/2 be the 90 degree rotation about x axis. ഞാൻ ഫസ്റ്റ് ഇത് ഡിഫറെൻറ്റ് ആക്സിസിനാണ്. ഒന്ന് സെഡ് ആക്സിസിന് എബൌട്ടായിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുക, ദെൻ ആർ എക്സ് എബൌട്ട് എക്സ് ആക്സിസിന് എബൌട്ടാണ് റൊട്ടേഷൻ. അപ്പം രണ്ട് ഡിഫറെൻറ്റ് ആക്സിസിന് എബൌട്ടായിട്ടുള്ള രണ്ട് റൊട്ടേഷൻ പ്രോസസ്സാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ രണ്ട് ഡിഫറെൻറ്റ് ആക്സിസിന് എബൌട്ടായിട്ടുള്ള റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊന്ന് ഒരു ഫിഗറിൻ്റെ ഹെൽപ്പോടെ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ഇതാണ് നമ്മൾ ഫിഗറിൻ്റെ ഹെൽപ്പോടെ ചെക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിലൊരു ബുക്കോ, ഇത് ഓൾറെഡി ക്ലാസ്സിക്കൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. നമ്മുടെ ഒരു ബുക്ക്, ഈ ബുക്കിന് 3 ആക്സിസ് എക്സ് വൈ സെഡ്. അപ്പം അതിൽ നമ്മൾ വൈ ആക്സിസ് ഇവിടെ മാർക്ക് ചെയ്യുന്നില്ല, കാരണം നമ്മളിവിടെ എബൌട്ട് എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ് ആണ്. ഈ രണ്ട് ആക്സിസ് നമ്മളെബൌട്ട് ഈ രണ്ട് ആക്സിസിനെ എബൌട്ടായിട്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുക. അപ്പം ഞങ്ങൾ ഫസ്റ്റ് പ്രോസസ്സിൽ ആർ സെറ്റ് ഓഫ് π/2 എന്നാണ് ഇവിടെ പ്രോസസ്സ് കൊടുത്തത്. ആർ സെറ്റ് ഓഫ് π/2 ഓൾറെഡി പറഞ്ഞു. ആർ സെറ്റ് ഓഫ് π/2 ഉണ്ട് എബൌട്ട് സെഡ് ആക്സിസിന് എബൌട്ടായിട്ട് എന്ത് ചെയ്യുക, 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ എബൌട്ട് സെഡ് ആക്സിസിന് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ക്ലാസിക്കലിൽ പറഞ്ഞിരുന്നു ആ ആക്സിസിന് എന്തുണ്ടാവില്ല, ചേഞ്ച് ഉണ്ടാവില്ല. അപ്പോൾ എബൌട്ട് സെഡ് ആക്സിസിന് എബൌട്ടായിട്ട് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പം ഇതൊരു ബുക്കാണെങ്കിൽ ഈ ബുക്ക് ഇപ്പോൾ 90 ഡിഗ്രി ഇൻ കൗണ്ടർ ക്ലോക്ക് വൈസിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇൻ കൗണ്ടർ ക്ലോക്ക് വൈസ് റൊട്ടേഷൻ്റെ ഡയറക്ഷൻ എപ്പോഴും ഒന്ന് കൗണ്ടർ. ഇനി ക്ലോക്ക് വൈസ് നമുക്ക് എന്തെടുക്കുക, എടുക്കുമ്പോൾ എല്ലാം ഒരേ എടുക്കാം, ഐദർ ക്ലോക്ക് വൈസ് ഓർ ഇൻ കൗണ്ടർ ക്ലോക്ക് വൈസ്. അപ്പം ഇൻ കൗണ്ടർ ക്ലോക്ക് വൈസിലേക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പം ബുക്ക് ഈ ഒരു ഫോർമാറ്റിലുണ്ടാവും. ദെൻ നെക്സ്റ്റ് നമ്മൾ എബൌട്ട് എക്സ് ആക്സിസ് ഇതാണ്. ഇതിന് എബൌട്ടായിട്ട് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പം എക്സ് ആക്സിസിന് മാറ്റമൊന്നും ഉണ്ടാവില്ല, സെഡ് ആക്സിസിലേക്ക് ഇങ്ങനെ പോകും. ഓക്കെ, നെക്സ്റ്റ് ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇനീഷ്യൽ സ്റ്റേറ്റ് എന്തായിരുന്നു, ഇങ്ങനെയായിരുന്നു ബുക്കിൻ്റെ സ്റ്റേറ്റ്, ഫൈനൽ സ്റ്റേറ്റ് ഇത്. ഇനി നെക്സ്റ്റ് ഇത് കമ്മ്യൂട്ട് ചെയ്ത് നോക്കാൻ ഇതിൻ്റെ റിവേഴ്സ് പ്രോസസ്സിൽ. അപ്പം ഇവിടെ ആദ്യം ഫസ്റ്റ് ആർ എബൌട്ട് സെഡ് ആക്സിസും ദെൻ ഫോളോഡ് ബൈ എക്സ് ആക്സിസിന് എബൌട്ടായിട്ടാണ് റൊട്ടേഷൻ നടന്നെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇവിടെ എക്സ് ആക്സിസിന് എബൌട്ടായിട്ട് റൊട്ടേഷൻ 90 ഡിഗ്രി റൊട്ടേഷൻ നടത്തിയ ശേഷം ഈസ് ഫോളോഡ് വിത്ത് ആർ സെറ്റ് ഓഫ് π/2. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേറ്റ് സെയിം ആണ്. ദെൻ എബൌട്ട് എക്സ് ആക്സിസിന് എബൌട്ടായിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാവും, ബുക്ക് ഈ ഒരു ഷേപ്പിൽ ഫോളോ ചെയ്യും. ദെൻ ആർ സെറ്റ് ഓഫ് π/2 ബുക്ക്. അപ്പം ഈ രണ്ടിലും ഇനീഷ്യൽ സ്റ്റേറ്റ് സെയിം ആണെങ്കിൽ കൂടുതൽ ഫൈനൽ സ്റ്റേറ്റ് എന്താണ്, ഡിഫറെൻ്റ് ആണ്. അപ്പം അതിൽ നിന്ന് നമുക്ക് അല്ലെങ്കിൽ ആ പിക്ചറിന് ക്ലിയർ ആവാം, റൊട്ടേഷൻ എബൌട്ട് ഡിഫറെൻറ്റ് ആക്സിസ് ആണെങ്കിൽ അതെന്താവുന്നില്ല, കമ്മ്യൂട്ട് ചെയ്യില്ല. ബട്ട് വി ഹാവ് ഓൾറെഡി ഡിസ്കസ് റൊട്ടേഷൻ എബൌട്ട് ദ സെയിം ആക്സിസ് വിൽ കമ്മ്യൂട്ട്. ഓക്കെ, അപ്പം നമ്മുടെ റൊട്ടേഷൻ നടക്കുകയാണ്. റൊട്ടേഷൻ നടക്കുമ്പം നമ്മളൊരു വെക്ടറാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആ റൊട്ടേഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പം വി എന്നുള്ള ഒരു ജനറൽ വെക്ടറിലാണ് റൊട്ടേഷൻ നടക്കുന്നത്. വേർ വി എക്സ് ആൻഡ് വി വൈ വി സെഡ് ബി ദ component of the vector v, where v is equal to vxi plus vyj plus vzk. then നമ്മൾ റൊട്ടേഷൻ നടന്നാൽ അതിൻ്റെ കോമ്പോണൻസ് എന്താവും, ചേഞ്ച് ചെയ്യും. vx ടെൻസ് ടു vx ഡാഷ് ആവും, സിമിലർലി vy vy ഡാഷും vz vz ഡാഷും. അപ്പം
എബൌട്ട് റൊട്ടേഷനിൽ അല്ലെങ്കിൽ ഇൻ റൊട്ടേഷനിൽ ഈ കോമ്പോണൻ്റ് ആയിട്ടുള്ള ഓൾഡ് കോർഡിനേറ്റ്സിലുള്ള വി എക്സ് വി വൈ വി സെറ്റും ന്യൂ കോർഡിനേറ്റ്സ് ആയിട്ടുള്ള വി എക്സ് ഡാഷ് വി വൈ ഡാഷ് വി സെഡ് ഡാഷും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, റിലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഓൾറെഡി ക്ലാസിക്കലി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ വി എക്സും വി വൈയും വി സെഡ് ഡാഷും റിലേറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഇപ്പം 3 ഡയമെൻഷൻ ഉള്ളതുകൊണ്ട് നമ്മളൊരു 3x3 മാട്രിക്സ് ഹെൽപ്പ് ചെയ്യും. ഇനി ഇവിടെ ഈ വി സെറ്റ് ഇല്ല, വി എക്സും വി വൈയും മാത്രമേ ഉള്ളൂവെങ്കിൽ 2x2 മാട്രിക്സിൻ്റെ ഹെൽപ്പോടെ നമുക്ക് തമ്മിൽ എന്ത് ചെയ്യാം, റിലേറ്റ് ചെയ്യാം. അങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്ന ഫോമാറ്റാണ് വി എക്സ് ഡാഷ് വി വൈ ഡാഷ് വി സെഡ് ഡാഷ് ഈസ് റിലേറ്റഡ് വിത്ത് വി എക്സ് വി വൈ വി സെഡ് ത്രൂ എ റൊട്ടേഷണൽ മെട്രിക്സ്. ഈ റൊട്ടേഷണൽ മെട്രിക്സ് ഇവിടെ 3 ഡയമെൻഷൻ അല്ലെങ്കിൽ 3 കോമ്പോണൻ്റ് ഉള്ളതായതുകൊണ്ട് 3x3 മെട്രിക്സ് ആണ്. ഈ റൊട്ടേഷൻ മെട്രിക്സിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഈ റൊട്ടേഷൻ മെട്രിക്സ് ഒരു ഓർത്തോഗണൽ മെട്രിക്സ് ആണ്. ഈ റൊട്ടേഷൻ മെട്രിക്സിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്നാൽ ഈ റൊട്ടേഷണൽ മെട്രിക്സ് ഒരു ഓർത്തോഗണൽ മെട്രിക്സ് ആണ്. അപ്പം ഓർത്തോഗണൽ പ്രോപ്പർട്ടിയായ ആർ ഇൻറ്റു ആർ ട്രാൻസ്പോസ് ഈക്വൽ ടു ആർ ട്രാൻസ്പോസ് ഇൻറ്റു ആർ. റൊട്ടേഷണൽ മെട്രിക്സിൻ ഒരു ഓർത്തോഗണൽ മെട്രിക്സ് ആണ്. അപ്പോൾ ഈ റൊട്ടേഷണൽ മെട്രിക്സ് ഷുഡ് സാറ്റിസ്ഫൈ ആർ ഇൻറ്റു ആർ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ആർ ട്രാൻസ്പോസ് ഇൻറ്റു ആർ. ആർ ടി മീൻസ് ട്രാൻസ്പോസ്, മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ്. അപ്പം ആർ എന്ന് പറഞ്ഞാൽ റൊട്ടേഷണൽ മെട്രിക്സും അതിൻ്റെ ട്രാൻസ്പോസ്ഡ് മെട്രിക്സും മൾട്ടിപ്ലൈ ചെയ്താൽ ആർ ടി ഇൻറ്റു ആർ വിച്ച് ഷുഡ് ബി ഈക്വൽ ടു ഐ ഈസ് ദ ഐഡൻറ്റിറ്റി മെട്രിക്സ് ഓർ യൂണിറ്റ് മെട്രിക്സ്. അപ്പം ഇതാണ് ഈ റൊട്ടേഷണൽ മെട്രിക്സിൻ്റെ പ്രോപ്പർട്ടി. ദെൻ വേറൊരു പ്രോപ്പർട്ടിയും കൂടെ ഒബേ ചെയ്യുന്നത് ദ നോം ഓഫ് ദ ഓൾഡ് കോർഡിനേറ്റ്സ് ആൻഡ് നോം എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ക്വയർ സ്ക്വയർ എടുക്കുക, ദെൻ സം എടുക്കുക, ദെൻ റൂട്ട് എടുക്കുക. നോം ഷുഡ് ബി ഈക്വൽ, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് വി എക്സ് സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ പ്ലസ് വി സെഡ് സ്ക്വയർ. അതായത് ഓൾഡ് കോർഡിനേറ്റ്സിലുള്ള ആ വെക്ടറിൻ്റെ ലെങ്ത് ആണ് നോം എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വി എക്സ് ഡാഷ് സ്ക്വയർ പ്ലസ് വി വൈ ഡാഷ് സ്ക്വയർ പ്ലസ് വി സെഡ് ഡാഷ് സ്ക്വയർ. ഈ 2 പ്രോപ്പർട്ടിയാണ്. അപ്പം ഒന്ന് ഓൾഡ് കോർഡിനേറ്റ്സിലാണെങ്കിലും ന്യൂ കോർഡിനേറ്റ്സിലാണെങ്കിലും വെക്ടറിൻ്റെ ലെങ്ത് ഓർ നോം ഷുഡ് ബി സെയിം ആൻഡ് ദ 2 കോർഡിനേറ്റ്സ് ഷുഡ് ബി റിലേറ്റഡ് വിത്ത് എ റൊട്ടേഷണൽ മെട്രിക്സ് വിച്ച് ഈസ് എ ഓർത്തോഗണൽ മെട്രിക്സ് ഹാവിംഗ് ദ പ്രോപ്പർട്ടി ആർ ഇൻറ്റു ആർ ട്രാൻസ്പോസ് ഈക്വൽ ടു ആർ ട്രാൻസ്പോസ് ഇൻറ്റു ആർ equal to I be the identity matrix. ഇനി അബൌട്ട് ഓരോ ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റൊട്ടേഷൻ മെട്രിക്സ് ഇത് നമ്മൾ ഞാൻ ചെയ്തു തരുന്നില്ല, നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസിക്കൽ കണ്ടുപിടിച്ചതാണ്. അപ്പോൾ ഫസ്റ്റ് ആർ സെറ്റ് ഓഫ് ഫൈവ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് റൊട്ടേഷൻ അബൌട്ട് ദ സെറ്റ് ആക്സിസ് ബൈ എൻ ആംഗിൾ ഫൈവ്. ആർ സെറ്റ് ഓഫ് ഫൈവ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് ദ റൊട്ടേഷൻ അബൌട്ട് ദ സെറ്റ് ആക്സിസ് ബൈ എൻ ആംഗിൾ ഫൈവ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റൊട്ടേഷണൽ മെട്രിക്സ് ആണ് കോസ് ഫൈവ് മൈനസ് സൈൻ ഫൈവ് 0, സൈൻ ഫൈവ് കോസ് ഫൈവ് 0, 0, 0, 1. ഞാനന്ന് പറഞ്ഞിരുന്നു ഏത് ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ടാണോ അതിൻ്റെ ആ ഒരു പോയിന്റിൽ എബൌട്ട് സെറ്റ് ആക്സിസിനായിട്ട് ആ സെറ്റിൻ്റെ 3/3 സെറ്റ് എന്നുള്ള പോയിന്റിൽ 1, ദെൻ ബാക്കി 0, ദെൻ കോസ് ഫൈവ് മൈനസ് സൈൻ ഫൈവ് കോസ് ഫൈവ്. ഓർഡർ എക്സിലും ഇത് തന്നെയാണ്, വൈയിൽ മാത്രമേ ചെറിയൊരു ഡീവിയേഷൻ വരുന്നുള്ളൂ. ഓക്കെ, ഇനി റൊട്ടേഷൻ അബൌട്ട് എക്സ് ആക്സിസ് എന്ന് എടുക്കുക. റൊട്ടേഷൻ അബൌട്ട് എക്സ് ആക്സിസ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക ആർ എക്സ് ഓഫ് ഫൈവ് equal to 1, 0, 0, 0 cos phi minus sin phi 0 sin phi cos phi is the rotation about the y axis by an angle phi. Similarly, sorry, the about the x axis ആണ്. Similarly, rotation about the y axis by an angle phi be represented by r y of phi which is equal to cos phi 0 sin phi 0, 1, 0 minus sin phi 0 cos phi. ഇതിൽ മാത്രമേ ഈ ഒരു ഓർഡർ ചെറിയൊരു ഡിഫറൻസ് വരുന്നുള്ളൂ. ബാക്കിയുള്ളതിലൊക്കെ ഇവിടെ മൈനസ് ഉള്ളത്, ഇവിടെ വൈ ആക്സിസിൽ ഇവിടെ മൈനസ്. ഓർത്ത് വെക്കാൻ ഈസിയാണ്, മൂന്നും ഏകദേശം ഒരേ മോഡലിലാണ്. Now we have to focus infinitesimal rotation. Infinitesimal rotation form of RZ by നമ്മൾ ഇൻഫിനിറ്റിസിമൽ റൊട്ടേഷൻ ആസ് ദ നെയിം ഇൻഡിക്കേറ്റ് വി ഹാവ് എ സ്മോൾ ആംഗിൾ എപ്സലോൺ. ഒരു സ്മോൾ ചേഞ്ചേ ഉണ്ടാവുള്ളൂ. ഈ സ്മോൾ എപ്സലോണിന് നമ്മളെങ്ങനെ ചെയ്യാം, എബൌട്ട് ആർ സെറ്റ് ഓഫ് എപ്സലോൺ മീൻസ് എബൌട്ട് സെഡ് ആക്സിസിന് എപ്സലോൺ ആംഗിളാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്തായിരുന്നു കിട്ടേണ്ടത്, കോസ് ഫൈക്ക് പകരം കോസ് എപ്സലോൺ മൈനസ് സൈൻ എപ്സലോൺ 0 സൈൻ എപ്സലോൺ
കോസ് എപ്സിലോൺ 0 0 0 1. അതിൽ ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ട്. മോഡിഫിക്കേഷൻ മീൻസ് കോസ് ഫൈ ഒന്ന് എക്സ്പാൻഡ് ചെയ്തു, മീൻസ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ഒന്ന് എക്സ്പാൻഡ് ചെയ്തു. അപ്പോൾ കോസ് എപ്സിലോൺ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടും 1 മൈനസ് എപ്സിലോൺ സ്ക്വയർ ബൈ 2 പ്ലസ് എപ്സിലോൺ ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ then etc. അപ്പോൾ നമ്മൾ ഹയർ ടേംസ് എപ്സിലോൺ ബി ദ സ്മോൾ പാരാമീറ്റർ ഓർ സ്മോൾ ക്വാണ്ടിറ്റി, സോ വി ഹാവ് ടു നെഗ്ലക്റ്റിംഗ് ദ ഹയർ പവർ ഓഫ് എപ്സിലോൺ. സോ വി കൺക്ലൂഡഡ് കോസ് എപ്സിലോൺ ആസ് 1 minus epsilon square by 2, and we have for small values of theta, sin theta is approximately theta. So minus sin epsilon becomes minus epsilon. Similarly sin epsilon becomes sin epsilon again for cos epsilon. നമ്മുടെ about z axis-ന് about ആയിട്ടുള്ള ഇൻഫിനിറ്റിസിമൽ റൊട്ടേഷൻ മെട്രിക്സ് ഈ ഫോർമുല കിട്ടും. സിമിലർലി about x axis 1 0 0 0 1 minus epsilon square by 2 minus epsilon 0 epsilon 1 minus epsilon square by 2. About y axis 1 minus epsilon square by 2 0 epsilon 0 1 0 minus epsilon 0 1 minus epsilon square by 2. സോ നമ്മൾ 3 ഇൻഫിനിറ്റിസിമൽ റൊട്ടേഷൻ അബൌട്ട് 3 ആക്സിസും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഈ ഇൻഫിനിറ്റിസിമൽ റൊട്ടേഷൻ കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ടോ ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ അബൌട്ട് ആർ എക്സും ആർ വൈയും ഫസ്റ്റ് ആർ എക്സ് അബൌട്ട് എക്സ് ആക്സിസ് ഒരു ഇൻഫിനിറ്റിസിമൽ റൊട്ടേഷൻ പെർഫോം ചെയ്തു. ദെൻ ഫോളോഡ് ബൈ അബൌട്ട് വൈ ആക്സിസ്. ദെൻ അത് തന്നെയാണോ അല്ലെങ്കിൽ അതിൻ്റെ സെയിം റിസൾട്ടാണോ ഫസ്റ്റ് വൈ about y axis then followed with x axis സെയിം റിസൾട്ടാണ് കിട്ടുന്നത് ചെക്ക് ചെയ്യുക. നമ്മളത് കമ്മ്യൂട്ടേഷൻ റിലേറ്റ് ചെയ്യാൻ ഇവിടെ ഈ ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ആർ എക്സ് ഇൻറ്റു ദെൻ ആർ വൈ, ആർ എക്സ് ഓഫ് എപ്സിലോൺ ഇൻറ്റു ആർ വൈ ഓഫ് എപ്സിലോൺ വിച്ച് ഈസ് ഈക്വൽ ടു ആർ വൈ ഓഫ് എപ്സിലോൺ ഇൻറ്റു ആർ എക്സ് ഓഫ് എപ്സിലോൺ ആണെങ്കിൽ എന്താണ് ദ കറസ്പോണ്ടിങ് റൊട്ടേഷൻ എന്താണ് കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ട്, അതർവൈസ് നോട്ട്. അപ്പം നമ്മളത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അപ്പം ഫസ്റ്റ് ആർ എക്സ് ഓഫ് എപ്സിലോൺ ഇൻറ്റു ആർ വൈ ഓഫ് എപ്സിലോൺ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ആർ വൈ ഓഫ് എപ്സിലോൺ ഇൻറ്റു ആർ എക്സ് ഓഫ് എപ്സിലോൺ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾ ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ട് ഫസ്റ്റ് ആർ എക്സ് ഓഫ് എപ്സിലോൺ ഇൻറ്റു ആർ വൈ ഓഫ് എപ്സിലോൺ ചെയ്താൽ കിട്ടുന്ന മെട്രിക്സ് 3/3 മെട്രിക്സിൻ്റെ ആൻസറാണിത്. നിങ്ങൾ ചെയ്ത് നോക്കുക, ചെയ്തിട്ട് ഇത് കിട്ടുന്നുണ്ടോ നോക്കുക. സിമിലർലി ആർ വൈ ഓഫ് എപ്സിലോൺ ഇൻറ്റു ആർ എക്സ് ഓഫ് എപ്സിലോൺ ചെയ്താൽ കിട്ടുന്ന റിസൾട്ടാണിത്. അപ്പം ഈ രണ്ട് മെട്രിക്സും ചെക്ക് ചെയ്താൽ നിങ്ങൾക്കറിയാം ഇത് രണ്ടും എന്തല്ല, ഈക്വൽ അല്ല. ഓർ മീൻസ് ഈക്വൽ അല്ല മീൻസ് എന്താണ്, ആർ എക്സ് ഓഫ് എപ്സിലോൺ ആർ വൈ ഓഫ് എപ്സിലോൺ നോട്ട് ഈക്വൽ ടു ആർ വൈ ഓഫ് എപ്സിലോൺ ഇൻറ്റു ആർ എക്സ് ഓഫ് എപ്സിലോൺ, വിച്ച് മീൻസ് ആർ എക്സ് ഓഫ് എപ്സിലോൺ അല്ലെങ്കിൽ എബൌട്ട് എക്സ് ആക്സിസിന് എബൌട്ട് ആയിട്ടുള്ള ഇൻഫിനിറ്റിസിമൽ റൊട്ടേഷനും വൈ ആക്സിസിന് എബൌട്ട് ആയിട്ടുള്ള ഇൻഫിനിറ്റിസിമൽ റൊട്ടേഷനും എന്ത് ചെയ്യുന്നില്ല, കമ്മ്യൂട്ട് ചെയ്യുന്നില്ല. അൺലെസ് ദർ ഈസ് എ പോയിന്റ്, അൺലെസ്. എന്താണ് ഈ അൺലെസ്? ഈ ചില ടേംസിൽ എല്ലാം ഈക്വൽ ആയിട്ട് ഫസ്റ്റ് ടൈം ഇവിടെ ഈക്വൽ ആവുന്നുണ്ട്, സെക്കൻഡ് ടൈം ഇവിടെ 0 എപ്സിലോൺ സ്ക്വയർ ആണ്, എപ്സിലോൺ ഈക്വൽ ആണ്, മൈനസ് എപ്സിലോൺ ഇവിടെ ഈക്വലാണ്, ഇവിടെ എപ്സിലോൺ സ്ക്വയർ 0 മൈനസ് എപ്സിലോൺ ഈക്വലാണ്, എപ്സിലോൺ ഈക്വലാണ് 1 മൈനസ് എപ്സിലോൺ സ്ക്വയർ. അപ്പം ആകെ ഈക്വൽ അല്ലാത്തത് ഒന്ന് ഈ എപ്സിലോൺ സ്ക്വയറും 0യും, നെക്സ്റ്റ് ഈ 0യും എപ്സിലോൺ സ്ക്വയറും, അങ്ങനെ 2 ടേംസേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അൺലെസ് നമ്മൾ ഹയർ ഓർഡർ പവർ ഓഫ് എപ്സിലോൺ അതായത് എപ്സിലോൺ സ്ക്വയറും ഹയർ ഓർഡർ പവറും epsilon, we have epsilon is the small quantity, then epsilon square becomes again minute quantity. അപ്പോൾ നമ്മൾ ഈ ഹയർ ഓർഡർ പവർ ആയിട്ടുള്ള എപ്സിലോൺ സ്ക്വയർ നെഗ്ലക്റ്റ് ചെയ്താൽ ഇതെന്തായിരിക്കും, ഈ എപ്സിലോൺ സ്ക്വയറിന് ഈ ഭാഗത്തുള്ള ടേം 0 ആയിരിക്കും. ഇവിടെ 0യും 0യും again this epsilon square becomes 0 0 0. അപ്പം എന്ത് ചെയ്യും, these both infinitesimal റൊട്ടേഷൻ ഷുഡ് കമ്മ്യൂട്ട്. അപ്പം നമ്മൾ ഇൻഫിനിറ്റിസിമൽ റൊട്ടേഷൻ എപ്പോഴാണ് കമ്മ്യൂട്ട് ചെയ്യുക, വിച്ച് കമ്മ്യൂട്ട് ഇപ്പം ഹയർ ഓർഡർ ടേംസ് ഇൻ എപ്സിലോൺ ഓർ എപ്സിലോൺ സ്ക്വയറോ ഓർ ഹയർ ഓർഡർ ടേംസ് എന്തായിരിക്കും നമ്മൾ ഇഗ്നോർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇൻഫിനിറ്റിസിമൽ റൊട്ടേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ട്. നമ്മളത് ഇഗ്നോർ ചെയ്യാതെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ സമയം എന്ത് ചെയ്യുന്നില്ല, കമ്മ്യൂട്ട് ചെയ്യില്ല. അപ്പം നമ്മൾ ഇൻഫിനിറ്റിസിമൽ റൊട്ടേഷൻ കമ്മ്യൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ നമ്മുടെ എപ്സിലോണിലെ ഹയർ ഓർഡർ ടേംസ് എന്ത് ചെയ്യുന്നത്, ഇഗ്നോർ ചെയ്യുന്നത് ഓർ നെഗ്ലക്റ്റ് ചെയ്യുന്നത്. ഈ 2 റിസൾട്ടിൽ നിന്നും കിട്ടുന്ന വേറൊരു റിസൾട്ടാണ്, ജസ്റ്റ് ഇത് തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്യുക. സബ്സ്ട്രാക്ട് ചെയ്യുമ്പം നിങ്ങൾക്ക് കിട്ടും
അപ്പം അത് നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്താൽ ജസ്റ്റ് എഴുതുക, സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ 1 മൈനസ് എപ്സിലോൺ സ്ക്വയർ മൈനസ് 1 മൈനസ് എപ്സിലോൺ സ്ക്വയർ 0. സിമിലർലി 0 മൈനസ് എപ്സിലോൺ സ്ക്വയർ മൈനസ് എപ്സിലോൺ സ്ക്വയർ, എപ്സിലോൺ മൈനസ് എപ്സിലോൺ 0, എപ്സിലോൺ സ്ക്വയർ മൈനസ് 0, എപ്സിലോൺ സ്ക്വയർ എഗൈൻ 0, ബാക്കി ടേംസൊക്കെ 0. അപ്പം ഇതെന്ന് പറയുന്നത് നമുക്ക് ആർ സെറ്റ് ഓഫ് എപ്സിലോൺ സ്ക്വയർ മൈനസ് 1. അപ്പം ആർ സെറ്റ് ഓഫ് എപ്സിലോൺ സ്ക്വയർ മൈനസ് എന്ന് മാറ്റി എഴുതാം. അപ്പം ആർ സെറ്റ് ഓഫ് എപ്സിലോൺ സ്ക്വയർ എന്തായിരുന്നു? ആർ സെറ്റ് ഓഫ് എപ്സിലോൺ സ്ക്വയർ രണ്ടും കൂടെ ഒരുമിച്ച് കാണാൻ വേണ്ടിയിട്ടാണ്. ആർ സെറ്റ് ഓഫ് എപ്സിലോൺ ഇതാണ്. അപ്പോൾ ആർ സെറ്റ് ഓഫ് എപ്സിലോൺ സ്ക്വയർ എന്തായിരിക്കും? 1 മൈനസ് ഇവിടെ എപ്സിലോൺ റൈസ് ടു 4 വരും. എപ്സിലോൺ റൈസ് ടു 4 നമ്മൾ ഓൾറെഡി നെഗ്ലക്റ്റ് ചെയ്തതാണ്. ദെൻ മൈനസ് എപ്സിലോൺ സ്ക്വയർ, അപ്പം മൈനസ് എപ്സിലോൺ സ്ക്വയർ വരും 0, 0. ഇവിടെ എപ്സിലോൺ റൈസ് ടു 4 നെഗ്ലക്റ്റ് ചെയ്യും. ഇവിടെ എപ്സിലോൺ സ്ക്വയർ 0. മൈനസ് 1 ചെയ്യുമ്പം ഇവിടെ ഈ ടേം 0, അപ്പോൾ 1 മൈനസ് 1 0. ഇവിടെ മൈനസ് എപ്സിലോൺ സ്ക്വയർ ഉണ്ടാവും. ഇത് 0, 0, 0. 1 മൈനസ് 1 0 ആവും. ഇത് 0, 0. എഗെയിൻ ഇവിടെ എപ്സിലോൺ സ്ക്വയർ മൈനസ് എപ്സിലോൺ സ്ക്വയർ ആയിരിക്കും. ഇവിടെ 1 മൈനസ് എപ്സിലോൺ സ്ക്വയർ മൈനസ് 1 വരും. മൈനസ് 1 വരുമ്പോൾ എഗെയിൻ 0 വരും. അപ്പോൾ 1 എന്ന് പറയുന്നത് ഇവിടെ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആട്ടോ. അപ്പം എന്തായും ഇത് തമ്മിൽ റിലേഷൻ കിട്ടി. ആർ എക്സ് ഓഫ് എപ്സിലോൺ ഇൻറ്റു ആർ വൈ ഓഫ് എപ്സിലോൺ മൈനസ് ആർ വൈ ഓഫ് എപ്സിലോൺ ഇൻറ്റു ആർ എക്സ് ഓഫ് എപ്സിലോൺ ഈക്വൽ ടു ആർ സെറ്റ് ഓഫ് എപ്സിലോൺ സ്ക്വയർ മൈനസ് 1. So a relation is an example of the commutation relation between rotation operation about different axes. Is the example of the commutation relation between rotation operation about different axes. Different axes about ആയിട്ടുള്ള റൊട്ടേഷനിലുള്ള കമ്മ്യൂട്ടേഷൻ റിലേഷനാണ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്തത്. ഇനി നമ്മളെ ക്വാണ്ടം മെക്കാനിക്സിലേക്ക് വരികയാണ്. ഇൻഫിനിറ്റിസിമൽ റൊട്ടേഷൻ ഇൻ ക്വാണ്ടം മെക്കാനിക്സ്. നമ്മൾ പ്രീവിയസ് ക്ലാസിക്കൽ മെക്കാനിക്സിൽ നമ്മൾ റൊട്ടേഷൻ ഇൻ ന്യൂ ഫ്രെയിമും ഓൾഡ് ഫ്രെയിമും റിലേറ്റ് ചെയ്തിരിക്കുന്ന റൊട്ടേഷണൽ മെട്രിക്സ് വിച്ച് ഈസ് എൻ ഓർത്തോഗണൽ മെട്രിക്സ് ആണെന്ന് പറഞ്ഞു. അപ്പം ഓർത്തോഗണൽ മെട്രിക്സിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്തത് ഈസ് എ സ്ക്വയർ മെട്രിക്സ്. അപ്പം നമ്മൾ ക്ലാസിക്കലി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ ക്വാണ്ടം മെക്കാനിക്കലി റീപ്ലേസ് ചെയ്യുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ഓർത്തോഗണൽ മെട്രിക്സിനെ നമ്മൾ റീപ്ലേസ്ഡ് വിത്ത് ഇൻ ക്വാണ്ടം മെക്കാനിക്സ് ഈസ് റീപ്ലേസ്ഡ് വിത്ത് ഓപ്പറേറ്റർ. ഈ റൊട്ടേഷണൽ മെട്രിക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പറേറ്റർ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയൊരു സിമ്പിളാണ്. ഈ സിമ്പിൾ പല ടെക്സ്റ്റിലും പലതുണ്ട്. സാക്കുറയിൽ ഉപയോഗിച്ച സിമ്പിളാണ് നൊട്ടേഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഇൻ ജർമ്മൻ വേർഡ്സിൽ നിന്ന് ജസ്റ്റ് കൺസിഡർ ചെയ്തതാണ്. വിച്ച് മീൻസ് റൊട്ടേഷൻ. ഇതിൻ്റെ മീനിങ് റൊട്ടേഷനാണ്. അപ്പം നമ്മുടെ കയ്യിലൊരു സ്റ്റേറ്റ് ഉണ്ട്. നേരത്തെ നമ്മൾ എഴുതിയതുപോലെ ന്യൂ ആക്സിസ് വിച്ച് ഈസ് ഈക്വൽ ടു എ 3/3 മെട്രിക്സ് ഇൻറ്റു ഓൾഡ് ഫ്രെയിം. ഓൾഡ് ഇൻറ്റു ഇതൊരു റൊട്ടേഷണൽ മെട്രിക്സ് ആണ് വിച്ച് ഈസ് എ 3/3 മെട്രിക്സ്. ദീസ് ആർ ദ 2 കോളം മെട്രിക്സ്. അപ്പം ഇതിന് സിമിലറായിട്ട് നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിൽ എങ്ങനെ എഴുതാം? ഇത് ഓൾഡ് വെക്ടർ ആയിരുന്നു. ഈ ഓൾഡ് വെക്ടറിൻ്റെ മേലെ ഈ റൊട്ടേഷണൽ 3/3 റൊട്ടേഷണൽ വെക്ടർ അല്ലെങ്കിൽ റൊട്ടേഷണൽ മെട്രിക്സ് ആക്ട് ചെയ്താൽ നമുക്ക് ന്യൂ വെക്ടർ കിട്ടുക. ന്യൂ ഫ്രെയിമിലുള്ള അല്ലെങ്കിൽ റൊട്ടേറ്റഡ് ആയിട്ടുള്ള മെട്രിക്സ് കിട്ടുക. സിമിലർലി ഇതിന് കമ്പൈൻ ചെയ്തിട്ട് നമ്മുടെ ആൽഫ ബീത കെറ്റ് സ്റ്റേറ്റ് നമ്മൾ കെറ്റായിട്ടാണ് എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആൽഫ ബീത സ്റ്റേറ്റ് വിച്ച് ഈസ് എന്താണ്? അൺറൊട്ടേറ്റഡ് സിസ്റ്റത്തിലുള്ള നമ്മുടെ കെറ്റാണ്. ഈ അൺറൊട്ടേറ്റഡ് സിസ്റ്റത്തിലുള്ള കെറ്റിൻ്റെ മേലെ ദ ഓപ്പറേറ്റർ ഡി ഓഫ് ആർ. ഡി മീൻസ് ഒരു ഇറ്റാലിക് ഷേപ്പിലാണ്. നിങ്ങൾ ടെക്സ്റ്റിനെ കറക്റ്റ് നോക്കുക. ഈ ഓപ്പറേറ്റർ റൊട്ടേഷണൽ ഓപ്പറേറ്റർ നമ്മുടെ അൺറൊട്ടേറ്റഡ് ഫ്രെയിമിലുള്ള സ്റ്റേറ്റിൻ്റെ മേലെ ആക്ട് ചെയ്താൽ വി ഗെറ്റ് എ ന്യൂ കെറ്റ് വിച്ച് ഈസ് ഇൻ എ റൊട്ടേറ്റഡ് ഫ്രെയിം. ഇപ്പോൾ റൊട്ടേറ്റഡ് ഫ്രെയിമിലുള്ള അല്ലെങ്കിൽ റൊട്ടേറ്റഡ് സ്റ്റേറ്റിലുള്ള ഒരു ന്യൂ കെറ്റാണ് ആൽഫ ആർ. ആൻഡ് ആൽഫ ബി ദ ഓൾഡ് കെറ്റ് വിച്ച് ഈസ് ഇൻ അൺറൊട്ടേറ്റഡ് സിസ്റ്റം. ആൻഡ് ഡി ഓഫ് ആർ ബി ദ റൊട്ടേഷൻ ഓപ്പറേറ്റർ. ദെൻ ഡി ഓഫ് ആർ എന്ന ഓപ്പറേറ്ററാണ്. ഓപ്പറേറ്റർ നമ്മളെപ്പോഴും സ്ക്വയർ മെട്രിക്സ് ഫോമിലാണ് കൺസിഡർ ചെയ്യുക. അപ്പം അതിൻ്റെ സ്ക്വയർ മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഡിസൈഡ് ചെയ്യുന്ന ഡയമെൻഷനാലിറ്റിയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കൺസിഡർ പോലെ നേരത്തെ 3 കോമ്പോണൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ 3/3 മെട്രിക്സ് കൺസിഡർ ചെയ്തു. അതേപോലെ തന്നെ ഇൻ ക്വാണ്ടം മെക്കാനിക്സ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ഈ ആൽഫക്ക് എത്ര കോമ്പോണൻസ് ഉണ്ട് ഇൻ കെറ്റ് സ്പേസിൽ ആൽഫക്ക് കറസ്പോണ്ടിങ് ആയിട്ടാണ് റൊട്ടേറ്റഡ് ഫ്രെയിമിലുണ്ടാവുക. അപ്പോൾ ആൽഫക്ക് എത്ര കോമ്പോണൻ്റ് ഉണ്ട് അതിനെ ബേസ് ചെയ്തിട്ട് ഈ
ഓപ്പറേറ്ററിനും കോമ്പോണൻ്റ് ഉണ്ടാവും. ഇപ്പം നമ്മൾ സ്പിന്നാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമ്മളൊരു 2x2 മെട്രിക്സ് ഒക്കെയാണ് കൺസിഡർ ചെയ്യുക. കാരണം സ്പിൻ ആയതുകൊണ്ട് അപ്പ് സ്പിന്ന് ഡൗൺ സ്പിന്ന് പറഞ്ഞ 2 സ്റ്റേറ്റുകളും. അപ്പോൾ കറസ്പോണ്ടിങ് ഒരു 2x2 ഓർ 4 എലമെൻ്റുള്ള ഒരു സ്ക്വയർ മെട്രിക്സ് ആണ് നമുക്ക് കിട്ടുക. ദെൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, മൊമെൻറ്റം എന്ന് പറയുന്ന ഒരു ഡൈനാമിക്കൽ ക്വാണ്ടിറ്റീൻ്റെ ജനറേറ്ററാണ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. സിമിലർലി ടൈം ഈസ് ദ ജനറേറ്റർ ഓഫ് എനർജി. അപ്പോൾ നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ യൂണിറ്ററി ഓപ്പറേറ്ററൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതേപോലെ നമ്മൾ റൊട്ടേഷൻ ഈസ് ദ ജനറേറ്റർ ഓഫ് ആംഗുലാർ മൊമെൻറ്റം. ഈ ഒരു റിലേഷനിലാണ് നമ്മൾ ആംഗുലാർ മൊമെൻറ്റം റൊട്ടേഷനും തമ്മിലുള്ള റിലേഷൻ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. We have for an infinitesimal operator can be represented as u epsilon is equal to 1 minus I into g epsilon, where g is the Hermitian operator. ഈ ഹെർമീഷ്യൻ ഓപ്പറേറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പറേറ്റർ നമ്മൾ കണ്ടുപിടിക്കും. ഇതിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇഫ് ദ എപ്സലോൺ എന്ന പാരാമീറ്റർ എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ജി എന്ന ഹെർമീഷ്യൻ ഓപ്പറേറ്റർ നമ്മൾ ഡിസൈൻ ചെയ്യുക. ഇഫ് എപ്സലോൺ ബി ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓർ ഇൻഫിനിറ്റിസിമൽ ട്രാൻസ്ലേഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെങ്കിൽ, എപ്സലോൺ എന്തായിരിക്കും? ഇൻഫിനിറ്റിസിമൽ ഇൻ പൊസിഷൻ, അല്ലെങ്കിൽ നമുക്ക് ഡി എക്സ് ഡാഷ് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യാം. സോ അപ്പോൾ പറഞ്ഞത് ഡി എക്സ് ഡാഷ് ഇൻഫിനിറ്റിസിമൽ ട്രാൻസ്ലേഷൻ ഇൻ പൊസിഷൻ ആയിരിക്കും. അപ്പോൾ കറസ്പോണ്ടിങ് കിട്ടുന്ന ഹെർമീഷ്യൻ ഓപ്പറേറ്റർ എന്തായിരുന്നു? പി എക്സ് ബൈ എച്ച് കട്ട്. ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് എന്തുകൊണ്ടാണ് കിട്ടുന്നത് എങ്കിൽ മാത്രമേ നമ്മൾ എന്താവുള്ളൂ, ഡയമെൻഷനാലിറ്റി കറക്റ്റ് ആവുള്ളൂ. കാരണം ഈ 1 എന്ന് പറയുന്നത് അൺഡയമെൻഷനൽ അല്ലെങ്കിൽ ഡയമെൻഷൻ ലെസ് ആണ്. സോ വി ഹാവ് ടു obey the theory or some rules of dimension. So g should equal to px by h cut. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇൻഫിനിറ്റിസിമൽ ഇൻ ടൈം ആണ് ഓർ ട്രാൻസ്ലേഷൻ ഇൻ ടൈം ആണെങ്കിൽ എപ്സിലോൺ എന്തായിരിക്കും? ഡി ടി, വെർ ഡി ടി ഈസ് ദ ട്രാൻസ്ലേഷൻ ഓർ ഇൻഫിനിറ്റിസിമൽ ടൈം ട്രാൻസ്ലേഷൻ, അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ ഇൻ ടൈം ആക്സിസ്. കറസ്പോണ്ടിങ് നമുക്ക് കിട്ടുന്ന ഹെർമീഷ്യൻ ഓപ്പറേറ്റർ എന്തായിരിക്കും? എച്ച് ബൈ എച്ച് കട്ട്, വെർ എച്ച് ഈസ് ദ എനർജി Hamiltonian, which is the Hamiltonian corresponds to energy or total energy. So we have the important some rules ഒക്കെ നമുക്കറിയാം. If dx dash അല്ലെങ്കിൽ infinitesimal translation is the generator of linear momentum, dx dash is the infinitesimal translation or translation is the generator of linear momentum, and time is the translation of time translation is the generator of energy. Time translation is the generator of energy or Hamiltonian. അപ്പം ഈ ഒരു 2 കേസുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണ് നമ്മുടെ കേസ്. നമ്മൾ പറഞ്ഞു റൊട്ടേഷൻ അബൌട്ട് ഫൈ എന്നാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഫൈ ഈസ് ദ ജനറേറ്റർ ഓഫ് ആംഗുലാർ മൊമെൻറ്റം. അപ്പം നമുക്ക് ഈ ഫൈ ഈസ് ദ ജനറേറ്റർ ഓഫ് ആംഗുലാർ മൊമെൻ്റ് ആണെങ്കിൽ നമുക്ക് റൊട്ടേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻഫിനിറ്റിസിമൽ ഓപ്പറേറ്റർ നമുക്ക് ഈ ഫോമിൽ യൂസ് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ട്രാൻസ്ലേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പറേറ്റർ എന്തായിരുന്നു? I into 1 minus I into where g is equal to px by h cut into dx dash. ഇനി ടൈം ട്രാൻസ്ലേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് എന്താണ്? u is equal to 1 minus I into g corresponds to time translation h by h cut. ഇത് വെറുതെ കിട്ടുന്നല്ല, ആ ഡയമെൻഷനാലിറ്റി കണ്ടീഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് h by h cut into dt. സിമിലർലി നമ്മൾ റൊട്ടേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻഫിനിറ്റിസിമൽ ഓപ്പറേറ്റർ എന്തായിരിക്കും? യു ഈസ് ഈക്വൽ ടു 1 മൈനസ് ഐ ഇൻറ്റു ജി എന്തായിരിക്കും? ജി എന്ന് പറഞ്ഞാൽ ടൈമിന് ട്രാൻസ്ലേഷൻ ആണെങ്കിൽ എനർജി, ഡി എക്സ് ഡാഷ് പറഞ്ഞാൽ ലീനിയർ പൊസിഷന് കറസ്പോണ്ടിങ് മൊമെൻ്റ് ആണെങ്കിൽ നമുക്കറിയാം റൊട്ടേഷൻ ഈസ് ദ ജനറേറ്റർ ഓഫ് ആംഗുലാർ മൊമെൻറ്റം ഷുഡ് ബി ഈക്വൽ ടു എന്തായിരിക്കും? ഈ ഒരു ടേം ജി എന്നുള്ള ടേം എന്തായിരിക്കും? ആംഗുലാർ മൊമെൻറ്റം ഡിവൈഡഡ് ബൈ എച്ച് കട്ട്. യൂഷ്വലി നമ്മൾ ആംഗുലാർ മൊമെൻറ്റത്തിനെ റെപ്രസെൻ്റ് ചെയ്യുക ജെ എന്ന് പറയുന്ന ആൽഫബറ്റ് യൂസ് ചെയ്തിട്ടാണ്. സോ വി ഗെറ്റ് ജെ ഡിവൈഡഡ് ബൈ എച്ച് കട്ട്. The Hermitian operator capital G corresponds to infinitesimal rotational operator should 1 minus I into j divided by h cut into d phi.
So we can write g tends to jk divided by h hat when epsilon tends to d phi, where jk is the ഞാൻ പറഞ്ഞു ആംഗുലർ മൊമെൻറ്റത്തിന് നമ്മൾ ജെ എന്ന ആൽഫബറ്റ് റെപ്രസെൻ്റ് ചെയ്താണ് റെപ്രസെൻ്റ് ചെയ്യുക, വിച്ച് ഈസ് എൻ ഹെർമീഷ്യൻ ഓപ്പറേറ്റർ. ഇവിടെ ജെ കെ എന്ന് കാണിക്കുന്നത് എബൌട്ട് ജനറൽ ആയിട്ടുള്ള ഒരു കെ ആക്സിസ് ആണ്. ഇനി നമുക്ക് റൊട്ടേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻഫിനിറ്റിസിമൽ ട്രാൻസ്ലേഷൻ ഇൻ മോർ ജനറൽ ഫോമിൽ വി ഹാവ് ടു റൈറ്റ് ഡി ഓഫ് എൻ ഇൻറ്റു ഡി ഫൈ. നേരത്തെ പറഞ്ഞ റൊട്ടേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പറേറ്റർ സിമ്പിളാണ് ഡി ഓഫ് എൻ ഇൻറ്റു ഡി ഫൈ, വേർ സ്മോൾ എൻ ഈസ് ദ യൂണിറ്റ് എൻ along about ആ ആക്സിസിനാണ് കാണിക്കാൻ, വിച്ച് ഈസ് ഈക്വൽ ടു 1 മൈനസ് ഐ ഇൻറ്റു ജെ ഡോട്ട് എൻ ഡിവൈഡഡ് ബൈ എച്ച് കട്ട് ഇൻറ്റു ഡി ഫൈ ഫോർ എ റൊട്ടേഷൻ എബൌട്ട് ദ ഡയറക്ഷൻ ക്യാരക്ടറൈസ്ഡ് ബൈ എ യൂണിറ്റ് എൻ ബൈ എൻ ഇൻഫിനിറ്റിസിമൽ ആംഗിൾ ഡി ഫൈ. നമുക്ക് കിട്ടി ഇൻഫിനിറ്റിസിമൽ റൊട്ടേഷൻ ഓപ്പറേറ്റർ. ഇനി നമുക്ക് ഇൻഫിനിറ്റിസിമൽ റൊട്ടേഷനും ഫൈനൈറ്റ് റൊട്ടേഷനും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇൻഫിനിറ്റിസിമൽ റൊട്ടേഷൻ കിട്ടിയാൽ നമുക്ക് ഫൈനൈറ്റ് റൊട്ടേഷൻ എങ്ങനെ കിട്ടുമെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് നമ്മൾ മുന്നേ ജസ്റ്റ് ഫൈനൈറ്റ് ട്രാൻസ്ലേഷൻ്റെ കേസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരു ഫൈനൈറ്റ് ട്രാൻസ്ലേഷന് അല്ലെങ്കിൽ ഫൈനൈറ്റ് റൊട്ടേഷന് നമുക്ക് എൻ നമ്പർ ഓഫ് ഇൻഫിനിറ്റിസിമൽ ട്രാൻസ്ലേഷനാക്കി ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ട്രാൻസ്ലേഷൻ്റെ കേസിലാണെങ്കിൽ ഇതിപ്പോൾ ഒരു ഫൈനൈറ്റ് ട്രാൻസ്ലേഷനാണ്. ഇത് നമുക്ക് ഇൻഫിനിറ്റിസിമൽ ട്രാൻസ്ലേഷൻ പറഞ്ഞാൽ അത്രയും സ്മോൾ ആയിരിക്കും, എപ്സിലോണിൻ്റെ വാല്യൂ വളരെ സ്മോളാണ്. ഇവിടെ നമ്മളിപ്പം ഒരു 10 ഡിവിഷനാണ് ചെയ്തതെങ്കിൽ വേറെ n is equal to 10, അത് ഓരോ 10ഉം എന്ത് തന്നെയാണ്, വേറെ ഫൈനൈറ്റ് ട്രാൻസ്ലേഷൻ തന്നെയാണ്. ഈച്ച് 10 ഡിവിഷൻ വിൽ എഗെയിൻ ഡിവൈഡഡ് ഇൻ ടു 10, അല്ലെങ്കിൽ നമ്മൾ ഈ എൻ്റെ വാല്യൂ ഇൻഫിനിറ്റിലേക്ക് 10 ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഓരോ ട്രാൻസ്ലേഷനും നമുക്ക് എന്ത് ചെയ്യാം, ഇൻഫിനിറ്റിസിമൽ ട്രാൻസ്ലേഷനായിട്ട് കൺസിഡർ ചെയ്യാം. സിമിലർലി ഹാപ്പൻസ് ഇൻ റൊട്ടേഷൻ, കേസ് ഓഫ് റൊട്ടേഷൻ. അതായത് ഒരു ഫൈനൈറ്റ് റൊട്ടേഷൻ നമ്മൾ n നമ്പർ ഓഫ് ഇൻഫിനിറ്റിസിമൽ റൊട്ടേഷനായിട്ട് കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം വേർ n ടെൻസ് ടു ഇൻഫിനിറ്റി. അപ്പോൾ നമുക്ക് ഇൻറ്റു n ചെയ്താൽ അല്ലെങ്കിൽ റേസ് ടു n ചെയ്താൽ നമുക്ക് ഫൈനൈറ്റ് റൊട്ടേഷൻ്റെ കേസ് കിട്ടും. സോ അപ്പോൾ ഫൈനൈറ്റ് ട്രാൻസ്ലേഷൻ്റെ കേസ് ഡി സെറ്റ് ഓഫ് ഫൈ, നേരത്തെ ഡി ഫൈ ആയിരുന്നു, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻറ്റു റേസ് ടു 1 മൈനസ് ഐ ഇൻറ്റു ജെ സെഡ് ഡിവൈഡഡ് ബൈ എച്ച് കട്ട് 5 ബൈ എൻ റേസ് ടു എൻ. ഈ ഡിവൈഡഡ് ബൈ എൻ വന്നത് നമ്മൾ റേസ് ടു അത്രയും ടൈംസ് എൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇത്രയും റൊട്ടേഷൻ ആണെങ്കിൽ അതിനെ നമ്മൾ ഇത്രയും n ടൈംസ് എന്തായി ഡിവൈഡ് ചെയ്യുന്നു, ഇങ്ങനെ ഇൻറ്റു എൻ. അപ്പം എഗെയിൻ എക്സ്പാൻഡ് ചെയ്താൽ ഈ n ഗെറ്റ് ക്യാൻസൽ, എക്സ്പൊണൻഷ്യൽ മൈനസ് ഐ ഇൻറ്റു ജെ സെഡ് 5 ബൈ എച്ച് കട്ട് വിച്ച് ഈസ് ഈക്വൽ ടു എഗെയിൻ ഈ ഫോമിലേക്ക് എക്സ്പാൻഡ് ചെയ്താൽ ഈ ഫോമിൽ കിട്ടും. അല്ലെങ്കിൽ ഫൈനൈറ്റ് റൊട്ടേഷൻ്റെ ഓപ്പറേറ്റർ നമുക്ക് എന്ത് കൺസിഡർ ചെയ്യാം, എക്സ്പൊണൻഷ്യൽ മൈനസ് ഐ ഇൻറ്റു ജെ സെഡ് ബൈ എച്ച് കട്ട് 5. നെക്സ്റ്റ് ആംഗുലർ മൊമെൻറ്റം കമ്മ്യൂട്ടേഷൻ റിലേഷൻസ് ആണ് നോക്കുന്നത്. അപ്പം ആംഗുലർ മൊമെൻറ്റം കമ്മ്യൂട്ടേഷൻ റിലേഷൻ നോക്കാൻ നമ്മൾ ഓർത്തോഗണൽ മെട്രിക്സ് ആറാണെങ്കിൽ കറസ്പോണ്ടിങ് ഒരു റൊട്ടേഷണൽ ഓപ്പറേഷൻ ഇൻ ക്വാണ്ടം മെക്കാനിക്സിലുണ്ടാവും, വിച്ച് ഈസ് റെപ്രസെൻറ്റഡ് ആസ് ഡി ഓഫ് ആർ ഇൻ കെറ്റ് സ്പേസ്. ഈ കെറ്റ് സ്പേസിൽ ഡി ഓഫ് ആർ ആക്ട് ചെയ്താൽ വി ഹാവ് ദാറ്റ് കെറ്റ് സ്പേസിലുള്ള ആ കെറ്റിന് എന്ത് ചെയ്യും, വിച്ച് ഗെറ്റ് റൊട്ടേറ്റഡ് ത്രൂ നമ്മൾ എത്രയാണോ അപ്ലൈ ചെയ്യുന്നത് കറസ്പോണ്ടിങ് ആംഗിൾ റൊട്ടേറ്റ് ചെയ്യും. അപ്പം ഇതിന് സം പ്രോപ്പർട്ടി ഉണ്ട്. ഫസ്റ്റ് പ്രോപ്പർട്ടി ഈസ് ദ ഐഡൻറ്റിറ്റി പ്രോപ്പർട്ടി. റൊട്ടേഷണൽ ഓർത്തോഗണൽ മെട്രിക്സിൻ്റെ അതേ പ്രോപ്പർട്ടീസ് റൊട്ടേഷണൽ ഓപ്പറേറ്ററും ഒബേ ചെയ്യും. Rotation operator have the same property as that of orthogonal matrix. So in previous sem we have discussed so many properties of orthogonal matrix. So similar properties ഒക്കെ നമുക്ക് എന്തിനും ഡിസ്കസ് ചെയ്യാം, റൊട്ടേഷണൽ ഓപ്പറേറ്ററിനും ഡിസ്കസ് ചെയ്യാം. കാരണം ഓർത്തോഗണൽ മാട്രിക്സ് ഒബേ ചെയ്യുന്ന പ്രോപ്പർട്ടീസൊക്കെ എന്തും റൊട്ടേഷണൽ ഓപ്പറേറ്ററും ഒബേ ചെയ്യും. അപ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടി ഈസ് ദ ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ, which is r into 1 is equal to r, then d of r is the rotational operator into 1 is the d of r, which is the identity operator. Next one, closure. If r1 into r2b is equal to r3, if r1 and r2 r3 are the rotational matrix, then r1 into r2 is equal to r3. Then in quantum mechanics we get the corresponding rotational operator d of r1 into d of r2 is equal to d of r3, which is the closure relation. Similarly inverse relation and inverse relation r into r inverse equal to 1,
ആണെങ്കിൽ ഡി ഓഫ് ആർ ഇൻറ്റു ഡി ഇൻവേഴ്സ് ഓഫ് ആർ ഇസ് ഈക്വൽ ടു 1 വി ദ identity operator in quantum mechanics, and here is the identity matrix. Similarly, R inverse into R is equal to 1, then D inverse of R into D of R is equal to 1, which is the inverse property inverse. Next, associativity property. Associativity property R1 into R2 R3 which is equal to R2 into R1 into R2 into R3 which is equal to R1 into R2 into R3. Similarly, D of R1 into D of R2 into D of R3 which is equal to D of R1 into D of R2 into D of R3 which is equal to D of R1, D of R2, D of R3. Further clarification ആവശ്യമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. If you need, you can message me. നെക്സ്റ്റ് നമ്മൾ ഫണ്ടമെൻ്റൽ കമ്മ്യൂട്ടേഷൻ റിലേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റത്തിലേക്ക് വരികയാണ്. ആംഗുലാർ മൊമെൻറ്റത്തിൽ ഒരുപാട് കമ്മ്യൂട്ടേഷൻ റിലേഷൻ്റെ ഞാൻ ക്ലാസ് തുടങ്ങുമ്പോൾ പറഞ്ഞു അതിലൊരുപാട് ഫണ്ടമെൻ്റലാണ്. അത് നമ്മൾ ഷുവറായിട്ട് നമുക്ക് എങ്ങനെ കമ്മ്യൂട്ടേറ്റർ റിലേഷൻ കാണാനും കഴിയണം, അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കും വേണം. അപ്പം അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് നേരത്തെ കിട്ടിയിരുന്നു ആ കമ്മ്യൂട്ടേഷൻ റിലേഷൻ കമ്മ്യൂട്ടാണോ ചെക്ക് ചെയ്യുന്ന സമയത്ത് റിലേഷൻ കിട്ടിയിരുന്നു. ആർ എക്സ് ഓഫ് epsilon into ry of epsilon minus ry of epsilon into rx of epsilon is equal to rz of epsilon square minus 1. നേരത്തെ ഇൻഫിനിറ്റിസിമൽ റൊട്ടേഷൻ്റെ കേസിൽ നമ്മൾ കണ്ടുപിടിച്ച് ഇങ്ങനെ ഒരു റിലേഷൻ കിട്ടിയിരുന്നു. ഇതിൽ നമ്മൾ ജസ്റ്റ് ആർ എക്സ് ഓഫ് എപ്സിലോണും ആർ വൈ ഓഫ് എപ്സിലോണും നമ്മൾ നേരത്തെ കണ്ട ഫോർമുല അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ആർ എക്സ് ഓഫ് എപ്സിലോൺ ഇൻ ക്വാണ്ടം മെക്കാനിക്സിൽ ഓപ്പറേറ്ററിൻ്റെ ടേമിലാക്കി ഈ റിലേഷൻ മാറ്റി എഴുതുക. ദെൻ വി ഗെറ്റ് ഡി എക്സ് ഓഫ് എപ്സിലോൺ ഇൻറ്റു ഡി വൈ ഓഫ് എപ്സിലോൺ മൈനസ് ഡി വൈ ഓഫ് എപ്സിലോൺ ഇൻറ്റു ഡി എക്സ് ഓഫ് എപ്സിലോൺ is equal to സം ഡി സെറ്റ് ഓഫ് എപ്സിലോൺ സ്ക്വയർ മൈനസ് 1. നെക്സ്റ്റ് നമുക്ക് ഈ ഓപ്പറേറ്റർ അപ്ലൈ ചെയ്യാം. നമുക്കറിയാം ഡി സെറ്റ് ഓഫ് ഫൈ ഇസ് ഈക്വൽ ടു ഓൾറെഡി കിട്ടിയിട്ടുണ്ട് 1 മൈനസ് ഐ ഇൻറ്റു ജെ സെറ്റ് 5 ബൈ എച്ച് കട്ട് മൈനസ് ജെ സെറ്റ് സ്ക്വയർ 5 സ്ക്വയർ ബൈ 2 എച്ച് കട്ട് സ്ക്വയർ. ഇവിടെ നമ്മളിപ്പോൾ 5 ആണ്, നമ്മളിവിടെ എപ്സിലോൺ ബേസ് ചെയ്തിട്ടാണ് ചെയ്യുക. ഇങ്ങനെ ഇവിടെ നമ്മളിപ്പോൾ സെറ്റ് ആക്സിസ് ആണ് ചെയ്തത്, നമ്മൾ എക്സ് ആക്സിസും വൈ ആക്സിസും ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പം ചെറിയ മോഡിഫിക്കേഷനിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഈ ബാക്ക് ടു ദിസ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു about jx about y ആക്സിസും സിമിലർലി റിവേഴ്സ് ചെയ്തു വിച്ച് ഈസ് ഈക്വൽ ടു എന്തായിരുന്നു ഡി സെറ്റ് ഓഫ് എപ്സിലോൺ സ്ക്വയർ മൈനസ് 1. അപ്പോൾ എന്ത് വരും 1 മൈനസ് ഐ ഇൻറ്റു ഡി സെറ്റിന് പകരം സെറ്റ് സ്ക്വയർ ആണ്, ഡി സെറ്റ് ഓഫ് എപ്സിലോൺ സ്ക്വയർ ആണ്. അപ്പോൾ എന്ത് വരും ജെ സെറ്റ് സ്ക്വയർ ഇൻറ്റു ഇവിടെ ഒരു മാറ്റി ജെ സെറ്റ് ഇൻറ്റു 5ക്ക് പകരം എപ്സിലോൺ, ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. 1 മൈനസ് ഐ ഇൻറ്റു ജെ സെറ്റ് ഇൻറ്റു എപ്സിലോൺ സ്ക്വയർ, ഇത് എപ്സിലോൺ സ്ക്വയർ ആണ്, എപ്സിലോൺ സ്ക്വയർ ബൈ എച്ച് കട്ട് മൈനസ് 1. ഞാനിവിടെ എപ്സിലോൺ സ്ക്വയർ വരുമ്പം അടുത്ത ടേം ഇവിടെ സ്ക്വയറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേം എപ്സിലോൺ റൈസ് ടു 4 വരും. അപ്പം ഹയർ ടേംസ് നമ്മൾ ഓൾറെഡി നെഗ്ലക്റ്റ് ചെയ്യാണ്, അതുകൊണ്ടാണ് ഞാൻ ഹയർ ടേംസ് ഒന്നും എടുക്കാത്തത്. അപ്പം ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ 1 ഗെറ്റ് ക്യാൻസൽ, ബാക്കി ഉണ്ടാവുക മൈനസ് ഐ ഇൻറ്റു ജെ സെറ്റ് ഇൻറ്റു എപ്സിലോൺ സ്ക്വയർ ബൈ എച്ച് കട്ട്. ദെൻ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ ടേം 1 ഇൻറ്റു 1 വരും. ദെൻ ദിസ് ടേം ഇൻ എപ്സിലോൺ സ്ക്വയർ വരും. ദെൻ എഗൈൻ ഈ ടേം 1 ഇൻറ്റു 1 വരും. ദെൻ ഇൻ എപ്സിലോണിലൊരു ടേം വരും. ദെൻ എപ്സിലോൺ സ്ക്വയറിൽ ജെ വൈ സ്ക്വയർ അങ്ങനെ ടേംസ് വരും. നമ്മൾ ഇത് കമ്പയർ ചെയ്യുമ്പം ഹയർ ടേംസൊക്കെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുക. ഹയർ ടേംസ് നെഗ്ലക്റ്റ് ചെയ്യുമ്പോൾ അപ്പോൾ ഈ ടേം ഇങ്ങനെ ഈ ടേംസൊക്കെ ഹയർ ടേംസിൽ വരുമല്ലോ, ഇത് നെഗ്ലക്റ്റ് ചെയ്തിട്ട് നമ്മൾ കിട്ടുന്ന ഇക്വേഷൻ അതായത് 1 ഇൻറ്റു 1 വരും. ദെൻ 1 ഇൻറ്റു ഐ ഇൻറ്റു ജെ വൈ എപ്സിലോൺ ബൈ എച്ച് കട്ട്. ദെൻ ദിസ് ടേം ചെയ്യുമ്പം മൈനസ് ഐ ഇൻറ്റു ജെ എക്സ് എപ്സിലോൺ ബൈ എച്ച് കട്ട്. ഇത് രണ്ടും കൂടെ ചെയ്യുമ്പം ഐയും മൈനസ് 1 വരും, മൈനസ് മൈനസ് പ്ലസ് വരും. സോ മൈനസ് ജെ എക്സ് ഇൻറ്റു ജെ വൈ. എപ്പോഴും ഓർഡർ കീപ്പ് ചെയ്യുക, ഫസ്റ്റ് ഏതാണോ ഓപ്പറേറ്റർ അത് തന്നെ എഴുതണം, ഓർഡർ കീപ്പ് ചെയ്യണം, ഓർഡർ കീപ്പ് ചെയ്യുന്നത് മസ്റ്റാണ്.
അപ്പോൾ നിങ്ങൾ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക. സിമിലർലി ഇവിടെയും ചെയ്യും. ഇവിടെ ചെയ്യുമ്പോൾ JY ആണ് ഫസ്റ്റ് വരിക, ഇൻറ്റു JX ആണ് വരിക. അപ്പം ഓർഡർ എപ്പോഴും കീപ്പ് ചെയ്യുക. ദെൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഇക്വേറ്റിംഗ് ദ പവർ ഓഫ് ഓർ ഇക്വേറ്റിംഗ് ദ ടേംസ് ഓഫ് ഓർഡർ എപ്സിലോൺ സ്ക്വയർ ഇൻ ബോത്ത് സൈഡിലും ഓർഡർ ഓഫ് എപ്സിലോൺ സ്ക്വയർ ഉള്ള ടേംസ് എന്ത് ചെയ്യുക, ഇക്വേറ്റ് ചെയ്യുക. ദെൻ വി ഗെറ്റ് മൈനസ് JX JY എപ്സിലോൺ സ്ക്വയർ ബൈ H കട്ട്. എപ്സിലോൺ സ്ക്വയർ എഴുതണമെന്നില്ല, കാരണം ഞാൻ ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി എഴുതിയതാണ്. നമ്മളത് എഴുതിയിട്ട് അതിൽ എപ്സിലോൺ സ്ക്വയറുള്ള ടേംസ് മാത്രമേ ഇക്വേറ്റ് എഴുതിയിട്ടുള്ളൂ. അതിൽ തന്നെ ഹയർ ടേംസ് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്തു, എന്നിട്ട് മാത്രമേ ഈ ഒരു കേസ് എഴുതിയത്. അപ്പം വി ഗെറ്റ് മൈനസ് JX ഇൻറ്റു JY ഡിവൈഡഡ് ബൈ H കട്ട് സ്ക്വയർ ഇൻറ്റു എപ്സിലോൺ സ്ക്വയർ പ്ലസ് JY ഇൻറ്റു JX ബൈ H കട്ട് സ്ക്വയർ ഇൻറ്റു എപ്സിലോൺ സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് I ഇൻറ്റു JZ ബൈ H കട്ട് ഇൻറ്റു എപ്സിലോൺ സ്ക്വയർ. എഗെയിൻ എപ്സിലോൺ സ്ക്വയറിൻ്റെ ടേം കമ്പയർ ചെയ്യുക. സോ എപ്സിലോൺ സ്ക്വയർ കോഎഫിഷ്യൻറ്റ് മാത്രം നമ്മൾ കമ്പയർ ചെയ്യുക. കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്യുമ്പോൾ വി ഗെറ്റ് മൈനസ് JX ഇൻറ്റു JY ഡിവൈഡഡ് ബൈ H കട്ട് സ്ക്വയർ പ്ലസ് JY JX ബൈ H കട്ട് സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് I ഇൻറ്റു JZ ബൈ H കട്ട് ക്യാൻസൽ ചെയ്താൽ ഇവിടെ H കട്ട് ക്യാൻസൽ ചെയ്താൽ സ്മോൾ റീഅറേഞ്ച്മെൻറ്റ് നടത്തുക. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള H കട്ടിനെ ഞാൻ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുത്തു. ദെൻ വി ഗെറ്റ് മൈനസ് JX ഇൻറ്റു JY പ്ലസ് JY ഇൻറ്റു JX ഇസ് ഈക്വൽ ടു മൈനസ് I H കട്ട് JZ. ദ ഹോൾ ഇക്വേഷൻ ഈസ് മൾട്ടിപ്ലൈഡ് ത്രൂ ഔട്ട് വിത്ത് മൈനസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ JX JY മൈനസ് JY ഇൻറ്റു JX ഇസ് ഈക്വൽ ടു I H കട്ട് JZ. അഗെയിൻ വി ഹാവ് which is in the form of AB operator. J in JX JY ഒക്കെ എന്താണ്, ഓപ്പറേറ്റർ ആണ്, which is in the form AB minus BA which is equal to AB minus BA is the commutator AB, so which can be converted in the form of commutator, which is equal to commutator JX JY which is equal to right hand side line answer I H cut JZ. JX JY which is equal to I H cut JZ, which is one of the important fundamental commutation relation of angular momentum. Similarly നമ്മൾ ക്ലാസിക്കൽ ആംഗുലർ മൊമെൻറ്റത്തിന് പോയ്സൺ ബ്രാക്കറ്റ് പ്രൂവ് ചെയ്ത പോലെ ഏകദേശം 9ഓളം പോയ്സൺ ബ്രാക്കറ്റ് ഉള്ള പോലെ ഇവിടെ കമ്മ്യൂട്ടേഷൻ റിലേഷൻ ഉണ്ട്. അവിടെ പോയ്സൺ ബ്രാക്കറ്റ് ഓഫ് JX JY എന്തായിരുന്നു, ജസ്റ്റ് JZ ഓൺലി. സിമിലർലി ഇവിടെ ഒരു ഡിഫറൻസ് പറഞ്ഞാൽ ഇൻറ്റു I H കട്ട്, അത് തന്നെയാണ് നമ്മുടെ എറൻഫസ് തിയറത്തിൽ പറയുന്നതും. ഇവിടെ ഒരു H കട്ടിൻ്റെ പ്രസൻസ് കാണാം. സോ പോയ്സൺ ബ്രാക്കറ്റും ക്ലാസിക്കൽ പോയ്സൺ ബ്രാക്കറ്റും ക്വാണ്ടം മെക്കാനിക്കൽ കമ്മ്യൂട്ടേഷൻ റിലേഷൻ തമ്മിലുള്ള റിലേഷൻ നമ്മൾ എറൻഫസ് തിയറം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രൂഫായിട്ട് ഒരു സ്പെഷ്യൽ കേസ് എല്ലാം ഒരു എക്സാമ്പിളായിട്ട് നമുക്കിതിനെ കൺസിഡർ ചെയ്യാം. ഈ ഒരു മെത്തേഡ്, അപ്പോൾ ഇവിടെ നമ്മൾ കമ്മ്യൂട്ടേഷൻ റിലേഷൻ യൂസ് ചെയ്തത് ഇൻഫിനിറ്റിസിമൽ റൊട്ടേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്. ഇത് തന്നെ നമുക്ക് ക്ലാസിക്കൽ അനലോഗസ് വെച്ചും ചെയ്യാം. അതിന് മുന്നേ ഒരു കാര്യം കൂടെ പറയാം. ഇവിടെ എന്ത് ചെയ്യുന്നില്ല, JX JY എന്ന് പറയുന്ന ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡിഫറെൻറ്റ് കോമ്പോണൻറ്റ് ഓപ്പറേറ്റർ എന്ത് ചെയ്യുന്നില്ല, കമ്മ്യൂട്ട് ചെയ്യുന്നില്ല. കമ്മ്യൂട്ടേറ്റർ AB = 0 ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ദ ഓപ്പറേറ്റർ A and B ഷുഡ് കമ്മ്യൂട്ട്, അല്ലെങ്കിൽ ഇൻകമ്പാറ്റിബിൾ ആണ്. അപ്പോൾ ഇവിടെ JXും JYയും എന്ത് ചെയ്യുന്നില്ല, കമ്മ്യൂട്ട് ചെയ്യുന്നില്ല. ഇതേപോലെ നമുക്ക് യു ഹാവ് ടു ഫൈൻഡ് JX വിത്ത് JY ഇപ്പോൾ കണ്ടു, ദെൻ JZ കാണണം, JY JZ, ദെൻ JY JX JZ, with JX JZ with JY. Similarly JX with JX, JY with JY, JZ with JZ. അപ്പോൾ ഇത്രയും കമ്മ്യൂട്ടേഷൻ റിലേഷൻ കണ്ടുപിടിക്കണം. ഇത് നിങ്ങൾക്കുള്ള ഒരു അസൈൻമെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ നോട്ട് സബ്മിറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ ഈ അസൈൻമെൻറ്റും സബ്മിറ്റ് ചെയ്യുക. ഇത് അസൈൻമെൻ്റ് ആയിട്ട് തന്നെ സബ്മിറ്റ് ചെയ്യുക. അപ്പം ഇത്രയും ഒന്ന് ഞാൻ ചെയ്തു, ബാക്കി ഓരോന്നിനും 3 വെച്ചിട്ട് 9 റിലേഷൻസ് ഉണ്ടായിരിക്കും. അപ്പം നിങ്ങളത് കണ്ടുപിടിക്കുക. ഇതേ കാര്യം തന്നെ യൂസിങ് ക്ലാസിക്കൽ അനലോഗസ് ആയിട്ടും ചെയ്യുന്നുണ്ട്. അത് ഈ ടെക്സ്റ്റിൽ പറയുന്നില്ല. ബാക്കി സെറ്റിലൊക്കെ എടുക്കുക വെച്ചാൽ അതിലൊക്കെ ക്ലാസിക്കൽ അനലോഗസ് യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അതും കൂടെ ഒന്ന് എങ്ങനെയാണ് കാണുന്നതും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ക്ലാസിക്കലി വെച്ച് ചെയ്യുമ്പം നമ്മൾ ക്ലാസിക്കലായിട്ടുള്ള ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ J എന്നാണ് ഇവിടെ നൊട്ടേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ J = ക്ലാസിക്കലി നമ്മൾ L എന്ന് പറയുന്ന ആംഗുലാർ മൊമെൻറ്റാണ്
നൊട്ടേറ്റ് ചെയ്യുക. അതിന് റീസൺ ഉണ്ട്. അവിടെ ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം മാത്രമേ ഉള്ളൂ. ബട്ട് ഇൻ ക്വാണ്ടം മെക്കാനിക്സിലേക്ക് വരുമ്പോൾ നമുക്കൊരു സ്പിൻ കോൺസെപ്റ്റും കൂടെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഓർബിറ്റൽ ആൻഡ് സ്പിൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പറയാനുണ്ട്. അങ്ങനെ ഒരു സ്പിൻ കോൺസെപ്റ്റ് ഉള്ളത് കൊണ്ടാണ് ജനറൽ ആംഗുലാർ മൊമെൻറ്റത്തിനെ ജെ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ വി ഹാവ് ജെ ഇസ് ഈക്വൽ ടു ആർ ക്രോസ് പി ആൻഡ് ജെ ഇസ് ഈക്വൽ ടു ജെ എക്സ് ഐ പ്ലസ് ജെ വൈ ജെ പ്ലസ് ജെ സെറ്റ്. ഈച്ച് കോമ്പോണൻറ്റ് കാണാനുള്ള മെത്തേഡ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് ജെ എക്സ് ജെ വൈ ജെ സെറ്റിൻ്റെ ഇക്വേഷൻ കിട്ടും. ഇനി കമ്മ്യൂട്ടേറ്റർ ജെ എക്സ് ജെ വൈ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതേപോലെ 9 റിലേഷൻ കണ്ടുപിടിക്കേണ്ടത്. അപ്പം ജെ എക്സ് ജെ വൈ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ജെ എക്സിനും ജെ വൈക്കും ഈ വാല്യൂ കൊടുക്കുക. ജെ എക്സ് ഈക്വൽ ടു വൈ പി സെറ്റ് മൈനസ് സെറ്റ് പി വൈ ജെ വൈ സെറ്റ് പി എക്സ് മൈനസ് എക്സ് പി എക്സ്. എന്നിട്ട് കമ്മ്യൂട്ടേഷൻ്റെ ഓരോ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ട്, കമ്മ്യൂട്ടേഷൻ ബ്രാക്കറ്റിന് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യുക. ആ മെത്തേഡ് കുറച്ചുകൂടെ ലെങ്തിയാണ് ഇപ്പോൾ പറഞ്ഞതിനേക്കാളും. പക്ഷേ എന്നാലും കുറച്ചുകൂടെ ഒരുവിധം ടെക്സ്റ്റിലൊക്കെ പ്രിഫർ ചെയ്യുന്നത് അതുകൊണ്ടാണ്, അതേ മെത്തേഡ് ആയതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ഞാൻ ജസ്റ്റ് അതിൻ്റെ സ്റ്റെപ്പ് ഒന്ന് എഴുതി കാണിക്കുക. നിങ്ങൾ ഏത് പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്തതെന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. എന്നിട്ട് ഈ മെത്തേഡിലും നിങ്ങൾ ഈ 9 റിലേഷനും പ്രൂവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യുന്ന അസൈൻമെൻറ്റ് പറഞ്ഞാൽ ഓൾറെഡി ഇൻഫിനിറ്റിസിമൽ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടും നിങ്ങൾക്ക് ചെയ്യാനുണ്ട്, യൂസിങ് ക്ലാസിക്കൽ മെത്തേഡ് യൂസ് ചെയ്തിട്ടും. നേരിട്ട് കമ്മ്യൂട്ടേഷൻ ബ്രാക്കറ്റിൽ ജെ എക്സിൻ്റെയും ജെ വൈൻ്റെയും ജെ സെറ്റിൻ്റെയും വാല്യൂ കൊടുത്തിട്ടും ചെയ്യാനുണ്ട്. ഇങ്ങനെ 2 മെത്തേഡിൽ ചെയ്തിട്ട് 9+9 ഏകദേശം 18 പ്രൂഫ് ഉണ്ടായിരിക്കും. പ്രൂഫ് നിങ്ങൾ അസൈൻമെൻറ്റായിട്ട് എനിക്ക് സബ്മിറ്റ് ചെയ്യണം. അപ്പം ജസ്റ്റ് ഞാൻ ജെ എക്സിനും ജെ വൈക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് സോൾവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. എ ഇൻറ്റു ബി സി ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു എ സി പ്ലസ് എ ബി ഇൻറ്റു സി. ഇനിയിപ്പോൾ ഇവിടെ 4 ഫോമുല വരും. ഇപ്പോൾ എ ബി സി ഡി വരുമ്പോൾ ഇങ്ങനെ എ ഇൻറ്റു ബി സി ഡി. ഇനി ഇതിന് നേരത്തെ ഫോമുല യൂസ് ചെയ്യാം. അങ്ങനെ യൂസ് ചെയ്ത് ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾ ചെയ്യുക. ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക. അങ്ങനെ ഫൈനലി നിങ്ങൾക്ക് സോൾവ് ചെയ്യുമ്പം ഈ ജെ എക്സ് ജെ വൈൻ്റെ വാല്യൂ എന്ത് കിട്ടും? ഐ എച്ച് കട്ട് ജെ സെറ്റ് കിട്ടും. നേരത്തെ മെത്തേഡിൽ വേറൊരു ആൻസർ, ഈ മെത്തേഡിൽ വേറൊരു ആൻസർ ഇല്ല. ആൻസറൊക്കെ സെയിമാണ്, മെത്തേഡ് മാത്രമേ ഡിഫറെൻ്റ് ഉള്ളൂ. അപ്പോൾ നിങ്ങൾ 9+9 ഏകദേശം 18 പ്രൂഫ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇതിൽ ഒരു സ്റ്റെപ്പ് മാത്രം, അല്ലെങ്കിൽ ഒരു ആൻസർ, ഇപ്പോൾ ഇതിൻ്റെ തന്നെ എങ്ങനെ ഇത് കിട്ടുന്നു ആ സ്റ്റെപ്പ് മാത്രം ഞാൻ ചെയ്ത് കാണിക്കാം. ബാക്കിയുള്ളത് നിങ്ങൾ ചെയ്യണം. ഓക്കെ. അപ്പം ഈ ഒരു ഫണ്ടമെൻ്റൽ റിലേഷൻസൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതിലൊരു കാര്യം പറഞ്ഞില്ല, ഈ ഗ്രൂപ്പ് കമ്മ്യൂട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇതൊരു അബലിയൻ ഗ്രൂപ്പല്ല. ഗ്രൂപ്പ് തിയറിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്താണ് അബലിയൻ ഗ്രൂപ്പ്. കമ്മ്യൂട്ട് ചെയ്യുന്ന ഗ്രൂപ്പുകളിലാണ് അബലിയൻ ഗ്രൂപ്പ് എന്ന് പറയുക. അപ്പം എന്താണ് ആംഗുലാർ മൊമെൻറ്റം ഒരിക്കലും ഒരു അബലിയൻ ഗ്രൂപ്പ് അല്ല, ബിക്കോസ് ഇറ്റ് ഷുഡ് നോട്ട് കമ്മ്യൂട്ട്. അതിൻ്റെ കോമ്പോണൻറ്റ് ജെ എക്സ് ജെ വൈ ജെ സെറ്റ് എന്ത് ചെയ്യുന്നില്ല? കമ്മ്യൂട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ദെൻ അസൈൻമെൻറ്റ് ഞാൻ തന്നിട്ടുണ്ട്, എനിക്ക് സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.